കാർത്തിക ആദിത്യയുമായി റിലേഷൻഷിപ്പിലായിരുന്നു. ആദിത്യ കാരണ അവളിപ്പോ അമ്മയാകാൻ പോകുന്നേ. ആ സത്യം നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ട് ഈ കുടുംബത്തിലെ അവകാശി പ്രസവിക്കുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു. ആ സത്യം പുറത്തറിയുമെന്ന് വിചാരിച്ച് വിവാഹമോചനം വേണ്ടെന്ന് വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് ഇവിടുത്തെ സ്വത്തെല്ലാം എഴുതി വാങ്ങാമെന്ന് മോഹിച്ചു. ഇന്നലെ ആദിത്യയും കാർത്തികയും റെസ്റ്റോറന്റിൽ വെച്ച് ഇക്കാര്യം സംസാരിക്കുന്നത് നന്ദിനി കേട്ടു. അതുകൊണ്ടാ നന്ദിനിയെ കിഡ്നാപ്പ് ചെയ്ത് ആദിത്യ പൂട്ടിയിട്ടത്. ഞാൻ ചെല്ലാൻ അല്പം വൈകിയിരുന്നെങ്കിൽ നന്ദിനി അവര് കൊന്നുകളഞ്ഞനെ. നന്ദിനെ രക്ഷപ്പെടുത്താൻ പോയ എന്നെ പോലും അവര് കൊല്ലാൻ ശ്രമിച്ചു. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി. വസുവെടുത്തി പറഞ്ഞതെല്ലാം കള്ളമാണ്. എന്റെ കുട്ടിയുടെ അച്ഛൻ അഖിലാണ്. നന്ദിനിയുടെ കിഡ്നാപ്പും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. വസുവെടുത്തിയും നന്ദിനിയും നാടകം കളിക്കുകയാണ്. ആദിത്യയെ വിളിച്ച് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കട്ടെ കാർത്തിക. അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാ. അവൻ പറഞ്ഞ കാര്യം ചെയ്യാത്തത് കൊണ്ട് അവൻ എന്നെ പേടിപ്പിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി DNA ടെസ്റ്റ് നടത്തി നോക്കിയാലോ? പറയൂ, ഹോസ്പിറ്റലിലേക്ക് പോവാലോ അല്ലേ? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഞങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുവാണോ നീ? നീ ഒരു സ്ത്രീയാണോ? പ്രണയിച്ച് കല്യാണം കഴിച്ച അഖിലിനെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇനിയും എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളയിടത്തി. ഇവളെ എനിക്ക് വേണ്ട. ഇവളിനി ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. എന്നെ എന്തിനാ കൊല്ലുന്നേ? എന്താ നിനക്കും നന്ദിനിക്കും തമ്മിൽ അഫയർ ഇല്ലേ? അപ്പൊ നിനക്ക് എന്തും ആവാ അല്ലേ? ഇനി ഒരക്ഷരം എന്റെ അനിയനെ പറ്റിയോ അനിയത്തെ പറ്റിയോ നീ മോശമായി സംസാരിച്ചാൽ നീ എന്റെ കൈ കൊണ്ട് തന്നെ ചാവും. ഗർഭിണിയായിരിക്കുന്ന എന്നെ തല്ലുന്നോ? നിങ്ങളൊരു സ്ത്രീയാണോ? അമ്മേ, ഈ കുടുംബത്തോട് ഇത്രയും മോശപ്പെട്ട കാര്യം എങ്ങനെ ചെയ്യാൻ തോന്നി നിനക്ക്? എന്റെ മരുമകളായിരിക്കാനുള്ള അർഹത നിനക്കില്ല. നിന്നെ പോലൊരുത്തി എന്ത് ചെയ്താലും അതിന് തെറ്റില്ല. ഒരു കുഞ്ഞു വയറ്റിലുള്ളത് കൊണ്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇറങ്ങിപ്പോയി ഇവിടുന്ന്. അറിയാതെ എന്തെങ്കിലും സംഭവിച്ച ഉടനെ പുറത്താക്കോ? നീ ചെയ്തത് ചെറിയൊരു തെറ്റല്ല കാർത്തിക, ദ്രോഹമാണ്. നീ ഈ വീട്ടിലെ ഇളയ മരുമകളായതുകൊണ്ട് നീ ചെയ്ത എല്ലാ തെറ്റുകളും ഞങ്ങൾ ക്ഷമിച്ചു. നീ എന്തൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് സഹിച്ചു. അവസാനം ഞങ്ങളുടെ സ്വത്തിന്റെ പാതി തരാമെന്ന് വരെ സമ്മതിച്ചു. വീടിന്റെ അധികാരം, ഓഫീസിന്റെ അധികാരം എല്ലാം നിനക്ക് തരാൻ ഞങ്ങൾ പറഞ്ഞതാ. എന്നാൽ എന്റെ അനിയനോട് നീ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. മര്യാദയ്ക്ക് പുറത്തു പോകാൻ നോക്ക്. Get out! പെട്ടെന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ ഞാൻ എവിടെ പോകും?
എന്റെ അമ്മയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. നിങ്ങളും എന്നെ ഇറക്കി വിട്ടാ എന്റെ അവസ്ഥ എന്താകും? അത് നീ തെറ്റ് ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു കാർത്തിക. അന്തസ്സുള്ള ഒരു കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വന്ന നീ തരം താഴ്ന്ന കാര്യം ചെയ്തിരിക്കുന്നെ. ചെയ്ത തെറ്റ് മറച്ചു വെച്ചിട്ട് വീണ്ടും നീ തെറ്റ് ചെയ്യാൻ നോക്കി. ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹത ഇനി നിനക്കില്ല. ഇവളെ കാണുമ്പോ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുക. ഇവളെ ഇറക്കി വിട. നീ തെറ്റ് ചെയ്തെങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിന്നെ മാന്യമായിട്ടാ പുറത്തിറക്കുന്നത്. ഇനി മേലിൽ ഈ വീട്ടിൽ കാലുകുത്തരുത്. ഇറങ്ങടി. ഇറങ്ങാൻ. നീ ഈ വീട്ടിലേക്ക് വന്നപ്പോ ആരതി ഒഴിഞ്ഞത് ഞാനാണ്. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കുന്നതും ഞാൻ തന്നെയാണ്. ഈ വീടിന്റെ മൂത്ത മരുമകളായിട്ട് ഞാൻ നിന്നെ പുറത്താക്കുക. പൊയ്ക്കോ. ഏട്ടത്തി, ഏട്ടത്തി. കരയാതെ മോനെ. ഇനി നീ അവളെ നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. സോറി അമ്മ. വെരി വെരി സോറി ഏട്ടാ. ഞാൻ തെറ്റ് ചെയ്തു. അർഹതയില്ലാത്ത ഒരുത്തിയെ സ്നേഹിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചു. എന്ത് കാര്യം നീ ചെയ്തത്? വസു പറഞ്ഞത് സത്യാണോ? എടി കൊച്ചേ, നിനക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? നിന്റെ വയറ്റിലെ കൊച്ച് അവന്റേതാ? മറുപടി പറ. ഇത്രയും കാലം നീ മറച്ചു വെച്ച രഹസ്യം ഇതാണോ? നീ രഹസ്യമായിട്ട് ഫോൺ ചെയ്യുന്നതും പുറത്തു പോയി കാണുന്നതും അവനെയാണോ? കൊച്ചേ, പെണ്ണുങ്ങൾ എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഇതുപോലത്തെ തെറ്റ് ചെയ്യരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തൂടെ? ഒരു ദിവസം മദ്യപിച്ച് ബോധമില്ലാണ്ട് ഞാൻ അവനുമായിട്ട് ഒരല്പം ക്ലോസ് ആയി. ഒരു കുടം പാല് ചീത്തയാകാനേ ഒരു തുള്ളി വിഷം മാത്രം മതി കാർത്തികേ. അന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ഓർമ്മ പോലും ഇല്ല. അത് കഴിഞ്ഞ് കുറച്ചു ദിവസത്തിനുള്ളിൽ കൺസീവായി. സീത എത്ര പതിവ്രതയായിരുന്നാലും 1 വർഷം ലങ്കയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാരണത്താൽ അവളുടെ മേൽ പഴി ചുമത്തിയ ലോകായത്. നിന്നെ വിശ്വസിക്കോ? എന്നെ ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ആരോടും ഒന്നും പറയാത്തത്. ഇതൊക്കെ ചെയ്ത് അവൻ എന്തിനാ നന്ദിനിയെ കിഡ്നാപ്പ് ചെയ്യാൻ പോയത്? അതുകൊണ്ടല്ലേ ഈ സത്യമൊക്കെ പുറത്തു വന്നത്? ഞാനും അവനും റെസ്റ്റോറന്റിൽ സംസാരിക്കുകയായിരുന്നു. കറക്റ്റ് ആ സമയത്ത് നന്ദിനി വന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. അവളെ കിഡ്നാപ്പ് ചെയ്യിച്ചത് പോലും അവനായിരുന്നു. നിന്നെ ഗർഭിണിയാക്കിയവൻ കിഡ്നാപ്പ് അല്ല, മറ്റെന്തു വൃത്തിയോടും അവൻ ചെയ്യും. പ്ലീസ് ആന്റി, അങ്ങനെ പറയല്ലേ. എനിക്ക് അത് കേൾക്കുന്നതേ വെറുപ്പാ. ശരി കാർത്തികേ, ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? നിന്റെ അമ്മയുടെ അടുത്ത് പോകാൻ പോവാണോ? എന്റെ മമ്മിക്ക് ഈ കാര്യം അറിയാം. എന്നെ വീട്ടില് കയറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോവാൻ പോവാ? എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ചത്താലും അവിടെ പോയില്ല. ദാ നോക്ക്, ഇത്രയും സംസാരിക്കുന്നുണ്ടല്ലോ. ആ തെറ്റ് എങ്ങനെയാ സംഭവിച്ചത്? അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പോലും അറിയാതെ സംഭവിച്ചതാ. അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാ. അതാണ് നിന്റെ ജീവിതം നശിപ്പിച്ചത് കാർത്തിക. ജനിച്ച വീട്ടിൽ കേറ്റില്ല, വന്നു കയറി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ നടുറോഡിൽ വന്ന് നിൽക്കുക. ഇപ്പൊ നിന്റെ വീട്ടിലേക്കും പോകാൻ പറ്റില്ല, ഈ വീട്ടിലേക്കും കയറാൻ പറ്റില്ല. 2 വീട്ടിലും കേറ്റില്ല, തെരുവിൽ വന്ന് നിൽക്കുക. എന്നെ വഴക്ക് പറയാതെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ. നോക്ക് കാർത്തികേ, നിനക്ക് ഈ വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിലേ ഒരേ ഒരു വഴിയുണ്ട്. എന്താ അത്? ഇത് കൊള്ളാലോ, അതുപോലെ ചെയ്യ്. വർക്കൗട്ട് ആവോ ചേച്ചി? കൊച്ചേ, 100% വിജയിക്കും. ഞാൻ പറഞ്ഞതേ കറക്റ്റായിട്ട് ഫോളോ ചെയ്തോ. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് കരുതി സമാധാനിക്കതിൽ. സ്വഭാവദൂഷ്യമുള്ളൊരു പെൺകുട്ടി എന്റെ മരുമകളായിരിക്കാന്ന് വെച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആക്ച്വലി അന്ന് തന്നെ കാർത്തികയെ നമ്മൾ ഇവിടുന്ന് പുറത്താക്കണമായിരുന്നു. ആവശ്യമില്ലാതെ സാഹചര്യങ്ങൾ ഇത്രയും കൊണ്ട് എത്തിച്ച് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കരുതായിരുന്നു. കാർത്തിക അങ്ങനെയൊക്കെ ചെയ്യൂന്ന് ബസ്സു എന്താ വിളിച്ചു കണ്ടുപിടിക്കോ? അതുകൊണ്ടാ ജഡ്ജി മാഡത്തോട് റിക്വസ്റ്റ് ചെയ്ത് 1 മാസത്തെ സമയം ചോദിച്ചത്. കാർത്തികയുടെ മനസ്സ് മാറുമെന്ന് വസുന്ധര ഒരുപാട് വിശ്വസിച്ചിരുന്നു. എന്നാൽ അവൾ ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കാർത്തികയെ നമ്മളെല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചില്ല ഏട്ടാ. അവൾക്ക് പണത്തിനോട് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നാ വിചാരിച്ചേ. പക്ഷെ കാർത്തിക ഇങ്ങനൊരു വിശ്വാസം വഞ്ചന ചെയ്യുന്നു കരുതിയതേയില്ല. ഈ സമയത്ത് അഖിലേട്ടൻ ധൈര്യത്തോടെ ഇരിക്കണം. കുറച്ചൊന്ന് ഡിപ്രസ്ഡ് ആയ പോലും കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസിനെ അത് ബാധിക്കും അഖിലേട്ട. വേഗം തന്റെ കാല് ഭേദമാകണമെങ്കിൽ ഏട്ടൻ ധൈര്യമായിട്ടിരിക്കണം. വാ ഇളയമ്മ, ഇത്രയും നാളും കാർത്തികയ്ക്ക് സപ്പോർട്ട് കൊടുത്തില്ല ഇളയമ്മ. ഇപ്പൊ ഇളയമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നന്നായിട്ടുണ്ട് മോളെ. കാർത്തികയ്ക്ക് നീയല്ലേ എന്നെക്കാൾ നന്നായി സപ്പോർട്ട് ചെയ്തത്. നീയാണ് മറുപടി പറയേണ്ടത് ഇപ്പോ. വസ്തു ചെയ്തതെല്ലാം തന്നെ കാർത്തികയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു. എന്നാൽ നിങ്ങളോ അവൾ എന്ത് തന്നെ ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാർത്തികയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൾ എന്ത് തെറ്റാ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇളമേ? കാർത്തികയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയോ അത്രേ എനിക്കും അറിയൂ. പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നേ? ദാ നോക്ക്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല എന്നുണ്ടെങ്കിലേ കാർത്തിക തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കാർത്തിക തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഞാൻ തന്നെയാ ദൃസാക്ഷി. കാർത്തിക അയാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നോക്കു വച്ചേ, ചില സമയത്തെ നമ്മുടെ കണ്ണും കാതും പോലും നമ്മളെ പറ്റിക്കും നന്ദിനി.
കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും പോലും സത്യമായിരിക്കില്ല നന്ദിനി. നന്ദിനി കണ്ടതിലും കേട്ടതിലും ഒക്കെ സത്യമില്ലെന്നുണ്ടെങ്കിൽ കാർത്തിക എന്തിനാ നന്ദിനെ കിഡ്നാപ്പ് ചെയ്യിച്ചത്? ആദ്യത്തെ എന്നെയും പൂട്ടിയിട്ടിട്ട് അഭിയേട്ടനെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു അമ്മേ. എത്രയും പെട്ടെന്ന് തന്നെ ആദ്യത്തിന് സ്ട്രോങ് ആയിട്ടൊരു മറുപടി കൊടുക്കണം. അവൻ ഇനി മുതൽ നമ്മുടെ കുടുംബത്തിലോ കമ്പനിയുടെ കാര്യത്തിലോ തലയിടാൻ പാടില്ല. അതൊക്കെ പോട്ടെ, കാർത്തികയുടെ കാര്യത്തില് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നേ? ഇനി എന്ത് ചെയ്യാനുള്ളത്? അവൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ല. ഇനി ഈ വീട്ടിൽ കാലുകുത്താൻ അവളെ ഒരിക്കലും അനുവദിക്കില്ല. എക്സ്ക്യൂസ് മീ. ആരാ നിങ്ങള്? ഞങ്ങൾ വനിതാ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വരികയാണ്. ഈ വീട്ടിലൊരു പെൺകുട്ടിക്ക് അനീതി നടന്നെന്നൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ആരാ കംപ്ലൈന്റ് തന്നത്? ഞാൻ തന്നെ. അഖിലിനോട് നീ അന്യായം കാണിച്ചിട്ട് നിനക്ക് അന്യായം സംഭവിച്ചു എന്ന് ഇവരോട് നീ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നോ? മാഡം, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ഭർത്താവ് തന്നെയാണ്. അന്യായമായിട്ട് എനിക്ക് വേറൊരാളുമായിട്ട് അഫെയർ ഉണ്ടെന്ന് കുറ്റം ചുമത്തി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ എനിക്ക് നീതി വാങ്ങി തരണം. സ്റ്റോപ്പ് ഇറ്റ് കാർത്തിക. വീണ്ടും കള്ളം പറയുന്നു. ഇനി നീ ആരെ പറ്റിക്കാനാ ശ്രമിക്കുന്നത്? എത്ര തെറ്റുകളാ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അഭിയേട്ടാ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളുടെ അനിയനാ. നീയോ ആയത്തിന് സംസാരിച്ചത് നന്ദിനി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നന്ദിനിയെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് അടച്ചിട്ടത്? ഇന്നലെ എങ്ങാണ്ട് ഈ വീട്ടിൽ വന്ന നന്ദിനിയാണോ വിശ്വസിക്കുന്നത്? ഇത്രയും നാളായിട്ട് ഈ വീട്ടിൽ കഴിയുന്ന എന്നെ വിശ്വാസമില്ലേ? നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആദ്യത്തെ തന്നെ എന്നോട് പറഞ്ഞത്. അവന് നമ്മുടെ കുടുംബത്തോട് പകയുള്ളതല്ലേ? ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൻ തോന്നിയതുപോലെയൊക്കെ പറഞ്ഞ അതൊക്കെ നിങ്ങൾ വിശ്വസിക്കോ? ആദിത്യന്റെ കൂടെ ചേർന്ന് നീ ഡിസൈൻസ് മോഷ്ടിക്കാൻ ശ്രമിച്ചില്ലേ? ഞങ്ങളുടെ കൊട്ടേഷൻ ചോർത്തി കൊടുത്തില്ലേ? അവൻ എന്തെല്ലാം ഫേവേഴ്സാ നീ ചെയ്തേ? അന്ന് ഞാൻ അവന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്റെ ജോലിയുടെ ഭാഗമായി അതെനിക്ക് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ അവനുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അവന് നീയും തമ്മിൽ ബന്ധമുണ്ട്. അവനാ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ഒരു സ്ത്രീ ആയിരുന്നിട്ടും മറ്റൊരു സ്ത്രീയുടെ മേൽ എങ്ങനെയാ ഇങ്ങനെ ഒരു കുറ്റം ചുമത്താൻ പറ്റുന്നത്? കുഞ്ഞ് എന്റെ വയറ്റിലാ ഉള്ളത്. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ഭർത്താവാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കാം. മാഡം, ഞാൻ എന്റെ ഭർത്താവിനെ പ്രണയിച്ച വിവാഹം കഴിച്ചത്. 1 വർഷമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ അംഗമാണ്. കാലിന് സുഖമില്ലാതായപ്പോ ഞാൻ എല്ലാ ജോലിയും ചെയ്തു. എനിക്ക് എന്റെ ഭർത്താവിന് വേണം, ഈ വീട് വേണം. ഇല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതാ നല്ലത്. നീ ഇനി എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും